ഒരു പുതിയ കാറ് വാങ്ങാൻ കഴിഞ്ഞ 5 വർഷമായി ഞാൻ പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സെൻറ്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഏതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്? ഐ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ആദ്യം ഐ എന്ന് എഴുതുക. ഇനി സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വേർബ്. സ്വരൂപിക്കുക എന്നുള്ളതിന് ഏതാ വാക്ക്? സേവ്. 5 വർഷമായിട്ട് സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതായത് കുറേ കാലമായിട്ട് സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴേ ഹാവ് ബീൻ സേവിങ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് ബീൻ സേവിങ്. ഞാൻ സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ കാലമായിട്ട് സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഐ ഹാവ് ബീൻ സേവിങ് എന്ന് ഉപയോഗിച്ചത്. ഐ ആം സേവിങ് എന്ന് ഉപയോഗിക്കരുത്. ഐ ആം സേവിങ്, ഐ ഹാവ് ബീൻ സേവിങ്. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ഐ ആം വെയിറ്റിംഗ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ വീഡിയോ കാണാത്തവർ അവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ട് മനസ്സിലാക്കുക. ഇവിടെ ഐ ആം സേവിങ് എന്നല്ല വേണ്ടത്, ഐ ഹാവ് ബീൻ സേവിങ് എന്നാണ് വേണ്ടത്. എന്താണ് സേവ് ചെയ്യുന്നത്? പണം. പണം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ മണി. അപ്പോൾ മണി എന്ന് എഴുതുക. ഇനി കഴിഞ്ഞ 5 വർഷമായി എന്നുള്ളതാണ് അടുത്ത ഭാഗം. 5 വർഷം എന്നുള്ളതിന് 5 years. കഴിഞ്ഞ എന്നുള്ളതിന് ലാസ്റ്റ്. കഴിഞ്ഞ 5 വർഷമായി എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ലാസ്റ്റ് എന്ന വാക്കിൻ്റെ തൊട്ടു മുമ്പിൽ ഫോർ ദ എന്ന് കൂടി ചേർക്കണം. ഫോർ ദ ലാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷമായി. ഇപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെയായി? ഐ ഹാവ് ബീൻ സേവിങ് മണി ഫോർ ദ ലാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പണം സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു പുതിയ കാർ വാങ്ങാൻ. വാങ്ങുക എന്നുള്ളതിന് ഏതാ വാക്ക്? ബൈ. ഇനി വാങ്ങാൻ എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ബൈ എന്ന വാക്കിൻ്റെ തൊട്ടു മുമ്പിൽ ടു എന്ന് ചേർക്കണം. ടു ബൈ, വാങ്ങാൻ. എന്ത്? ഒരു പുതിയ കാറ്, എ ന്യൂ കാറ്. ഇപ്പോൾ ഈ സെൻറ്റൻസ് മുഴുവനായി. ഐ ഹാവ് ബീൻ സേവിങ് മണി ഫോർ ദ ലാസ്റ്റ് 5 years ടു ബൈ എ ന്യൂ കാർ. ഒരു പുതിയ കാർ വാങ്ങാൻ കഴിഞ്ഞ 5 വർഷമായി ഞാൻ പണം സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള ട്രാൻസ്ലേഷൻ വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.